അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്കിന്ന് ഉച്ചക്കത്തൊക്കെയുള്ള ചോറല്ല കറികളൊക്കെ വെച്ചെടുക്കാം. ചോറ് തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അതിനി ഒന്നും കൂടെ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും. നമുക്ക് കറികളൊക്കെ വെച്ചെടുക്കാം. അപ്പൊ അപ്പന്റെ ചെമ്മീനും ഒരാവൂലിയും കേട്ടോ. ആവൂലിയും പിന്നെ 2 കൂന്തലുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഈ പൊടിമീനില്ലേ, മണങ്ങ് പിന്നെ കുട്ടൻ ഒക്കെ കൂടെ കൊണ്ടുവന്നത്, അതെനിക്ക് ആന്റി തന്നതാണ് കേട്ടോ. ഇത് ആന്റി തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പൻ ചെമ്മീനായിട്ട് വന്നു. അപ്പൊ നമുക്ക് ഇതൊക്കെ കറി വെച്ചെടുക്കാം. എല്ലാം എടുക്കൂല കേട്ടാ, കുറച്ചെടുക്കുള്ളൂ. മീനിന്റെ മണം കിട്ടിയിട്ടുണ്ടെങ്കിലേ പിന്നെ അത് ഇതുങ്ങൾ ഓടി പാഞ്ഞ് എവിടെയാണെങ്കിലും വരും കേട്ടാ. ഇതുങ്ങൾ നമ്മുടെ പൂച്ചകളല്ല കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ ആണോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വന്നതാണോന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ മീൻ വെട്ടണ നേരത്തൊക്കെ എല്ലാം ഇതുങ്ങൾ കറക്റ്റ് സമയത്ത് എത്തും. അപ്പം ഞാൻ കുറച്ച് കുട്ടൻ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തള്ളയും മോളും കൂടി തല്ലുപിടുത്തമാണ് അവിടെ കിടന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മീനെല്ലാം വെട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി തന്നതാണ് നമുക്ക് ആ മണങ്ങും കുട്ടനൊക്കെ. നമുക്കത് ഞാൻ ആദ്യം തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനത് പ്ലാൻ അങ്ങ് മാറ്റി അങ്ങോട്ട് തിളപ്പിച്ച് ഇങ്ങനെ ചാറ് വറ്റിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ആവോലി വറുത്തെടുക്കാം. കൂന്തൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യൂല, ക്ലീൻ ചെയ്ത് വെക്കുകയോ ചെയ്യുള്ളൂ. ചെമ്മീനും ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. കുറച്ച് ഇത്തിരി പച്ചക്കറിയിലിട്ട് മാത്രം നമുക്ക് എടുക്കാനായിട്ട് എടുക്കാം. അപ്പോൾ പടവലങ്ങയും അച്ചിങ്ങയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നെടുത്തും നമുക്ക് താളിക്കാം. എനിക്കാണെങ്കിൽ നല്ല ജലദോഷവും തുമ്മലും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കറി കൊണ്ടുവരുമ്പോൾ വെക്കാതിരിക്കാനും പറ്റൂലല്ലോ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ വെച്ചുണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളെ പണി തുടങ്ങാൻ വേണ്ടി പോണേണ്. അപ്പം ഞാൻ കരുതി ആദ്യം തന്നെ ചെമ്മീൻ അങ്ങ് കിള്ളി മാറ്റാമെന്ന്. കുറച്ചധികം ഉണ്ടല്ലോ, അപ്പോൾ കിള്ളി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ പണി അങ്ങോട്ട് തീർത്ത് വയ്ക്കാമെന്ന് കരുതി. അധികം ചെമ്മീനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഞാനിങ്ങനെ 1-2 ചെപ്പിലാക്കിയൊക്കെ വയ്ക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒറ്റ ചെപ്പിലാക്കൂല. ചെറിയ ചെപ്പൊക്കെ എടുത്തിട്ട് 2 ചെപ്പിലാട്ടാക്കി മാറ്റി വയ്ക്കും. അപ്പോൾ നമുക്ക് ഒരു വട്ടത്തൊക്കെ എടുത്തിട്ട് പിന്നത്തെ പട്ടം നമുക്ക് ആ ചെപ്പ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ പിന്നെ അത് അടർത്തി എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് 2-3 പാത്രത്തിലൊക്കെ ആക്കി അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഒരു ഇച്ചിരി ചെമ്മീൻ ഞാൻ ആൻറ്റിക്ക് കൊടുത്ത് വിട്ട് പച്ചക്കറിയിലിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ കുറേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ കിള്ളി വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കിള്ളി എടുക്കണ സമയത്തേ ചെമ്മീൻ നോക്കിയെടുക്കാൻ പാടായിരിക്കുള്ളൂ. ഞാൻ പിന്നെ വേറെ പാത്രം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ കിള്ളിയിടുന്നത്. ഇനിയിപ്പോൾ കുറേ അങ്ങോട്ട് കിള്ളി കഴിയുമ്പോഴായിരിക്കും അടിയിലത്തെ ചെമ്മീനൊക്കെ ഇനി നോക്കി തപ്പിയൊക്കെ എടുക്കണം. അപ്പോൾ പാടുള്ള പണി ആദ്യം തന്നെ തീർത്ത് വെച്ചിട്ട് ചെമ്മീൻ കിള്ളൽ. അപ്പോൾ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് കുറച്ചെടുത്ത് ഞാൻ പുറത്ത് വെച്ചു നമുക്ക് പച്ചക്കറിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ മീൻ വെട്ടാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പോൾ ഈ ആവോലി നമുക്ക് വറുക്കാനുള്ളതാണ്. മണങ്ങും കൂട്ടൻ്റെ നമുക്ക് തിളപ്പിക്കാനുള്ള. അപ്പോൾ പൊടി ആയതുകൊണ്ടിട്ടേ വെട്ടിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കുഞ്ഞു മീനുകളൊക്കെ. അപ്പം വന്നപ്പോൾ ഒരു 12 കാലമായി കാണും കേട്ടോ. അപ്പോൾ കറി കൊണ്ടുവരുന്നെന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ വേറെ കറിയൊന്നും വെച്ചില്ല, കാത്തിരുന്നേച്ച്. അപ്പോൾ അതുകൊണ്ടിട്ടാണെങ്കിൽ ആ ചേട്ടന് പോകാനും നേരം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. സഹായിക്കാനും ആരുമില്ലാത്തതുകൊണ്ടിട്ട് ദൈവമേ ഒരു പണിയായിരുന്നു കേട്ടോ എനിക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അച്ചിങ്ങയും ചെമ്മീനും കൂടി അടപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനും അച്ചിങ്ങയും കൂടെ ഒരു ചട്ടറത്തോട്ടാക്കി 2 പച്ചമുളകും അരിഞ്ഞിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്കത് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്കും മീനെല്ലാം ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചടപടയെന്നും പറഞ്ഞ് പണി തീർക്കണേ. ആദ്യം ഇത്തിരി പതിയെ ചെയ്തെങ്കിലും പിന്നെ സമയം പോണത് കണ്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് സ്പീഡായി കേട്ടോ. വീഡിയോ എടുക്കാനും തുടങ്ങിപ്പോയി. പിന്നെ അതിനേക്ക് തീർക്കണ്ടേന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ട് കളഞ്ഞു. കാരണം ചെമ്മീൻ കിള്ളിയ ആ കൈ കൊണ്ടിട്ട് ഇടക്കിടക്ക് ഒന്നും എടുക്കാനും ഒന്നും പിടിക്കാനൊക്കെ ഒന്നും പറ്റിയില്ല കേട്ടോ. ആ മീൻ വെട്ടണത് തന്നെ ചേട്ടനെടുത്തത്. പിന്നെ മൊത്തത്തിൽ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ വന്ന് അടുത്ത വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ചേട്ടനാണെങ്കിൽ ഈ വെളുപ്പിനെ ഓട്ടം ഉള്ളതുകൊണ്ടിട്ടേ പകലൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ. കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും. സാധാരണ ഞാൻ നമ്മൾ പുറത്തുനിന്നൊക്കെ ചെമ്മീൻ വാങ്ങുമ്പോഴേ കുറച്ചൊക്കെ ഒരു കൈപ്പിടിയോളം മാത്രം ഞാൻ ഇടാറുള്ള ടൈപ്പ്. നമുക്ക് ചെമ്മീൻ ഇത്തിരി അധികം ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി അധികം ഇട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ പേരിന് മാത്രമേ പച്ചക്കറിയിൽ ചെമ്മീൻ ഞാനിവിടെ ചേർക്കാറുള്ളൂ. അങ്ങനെ അച്ചിങ്ങയും ചെമ്മീനൊക്കെ അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മീൻ കറി വെക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിന് മുമ്പേ നമുക്ക് മീൻ വറുക്കാനായിട്ടുള്ള വരഞ്ഞെടുക്കാം. ഇതിപ്പോൾ ആർക്കൊക്കെ ഒപ്പിക്കാൻ പറ്റുമെന്ന് ഒരു പിടുത്തവും ഇല്ല കേട്ടോ. കാരണം അത് ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കരുതിയേ എന്തായാലും കറി വയ്ക്കാനായിട്ട് പറ്റില്ല, അതാണ് വറുക്കാമെന്ന് വിചാരിച്ചത്. ഇനി നമുക്ക് അതിലോട്ട് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് ഞാൻ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇപ്പം തന്നെ നമുക്ക് വറുക്കാനുള്ളതാണ്. എന്നാലും നമുക്ക് ആദ്യം അച്ചിങ്ങയും ചെമ്മീനും ഒലത്താം. അപ്പോഴത്തേക്കും അതവിടെ ഇരുന്ന് ഇച്ചിരി മസാല ഒക്കെ പിടിക്കുമല്ലോ എന്ന് കരുതി.
അപ്പോൾ അതേ അച്ചിങ്ങ വയ്ക്കാനുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലോട്ട് ഉള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചതച്ച മുളകിട്ടാണ് കേട്ടോ വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളിയും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ട് നമുക്ക് അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു നുള്ളി മഞ്ഞൾപ്പൊടിയും പിന്നെ ചതച്ച മുളകും കൂടെ ചേർത്തിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന അച്ചിങ്ങയും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ആ ഒരു ഇച്ചിരി വെള്ളം ഉണ്ട്, ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ പിന്നെ അച്ചിങ്ങയും ചെമ്മീനും വേവിക്കാനായിട്ട് വെച്ചപ്പോഴത്തേക്കും വെള്ളമൊന്നും അങ്ങനെ ഒരുപാട് ഒഴിച്ചില്ല, ഒരു ഇച്ചിരി കൈവെള്ളം മാത്രം തളിച്ചുള്ളൂ. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു ഇച്ചിരി വെള്ളം ഇറങ്ങും. അങ്ങനെ അപ്പോൾ നമ്മുടെ ചെമ്മീനും അച്ചിങ്ങയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക പച്ചക്കറികളിലും ഇതുപോലെ ചെമ്മീനിട്ട് ഉലത്തും കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അച്ചിങ്ങ, പീച്ചിങ്ങ, ബീൻസ്, ക്യാരറ്റ്, പടവലങ്ങ, പിന്നെ ഉരുളക്കിഴങ്ങിലിട്ട് വയ്ക്കും, പിന്നെ കൂർക്കയിലിട്ട് വയ്ക്കും, ചീരയിലിട്ട് വയ്ക്കും. അങ്ങനെ അതൊരു പ്രത്യേക രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മുണ്ടൻവല്ലാത്ത സമയത്തേ അവിടെ കുമ്പളങ്ങിയിൽ നിന്നൊരു അപ്പൂപ്പൻ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ 50 രൂപക്കൊക്കെ ചെമ്മീൻ തരും, കൂനും ചെമ്മീനേ. അപ്പോൾ അത് അങ്ങനെ വാങ്ങി വെച്ചിട്ടും കിള്ളി വെച്ചിട്ടുണ്ട്. ഒരു അതിൽ നിന്നൊക്കെ ഒരു ഇച്ചിരിയൊക്കെ എടുത്ത് പച്ചക്കറികൾ ഒലത്താൻ നേരത്ത് അങ്ങനെ ഇട്ട് വയ്ക്കും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ വന്ന ആൾക്കാരും ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ കാണാറുമില്ല, നമുക്കങ്ങനെ വാങ്ങാനായിട്ട് കിട്ടാറുമില്ല. പിന്നെ ഇതുപോലെ അപ്പം കൊണ്ടുവരുമ്പോൾ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. പിന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ മീൻ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും ചെമ്മീൻ കാണുമ്പോൾ അങ്ങനെ വാങ്ങും. അങ്ങനെ കഥ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ചിങ്ങയും ചെമ്മീനും റെഡിയായേ. മീൻ കറി വയ്ക്കാനുള്ള ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടായി വരണേ. നമുക്ക് ഇതിനകത്തോട്ടെ ഞാനത് സവാളയിലിട്ട് എന്താ കറി വയ്ക്കണതേ, ഉള്ളി എടുത്തില്ല, ചേട്ടൻ പോവാൻ നേരമായി. പെട്ടെന്ന് അല്ലെങ്കിൽ ഉള്ളിയൊക്കെ പൊളിച്ചിരിക്കണ്ടല്ലോ എന്ന് കരുതി. ചെമ്മീനൊക്കെ കിണ്ടി വന്നപ്പോഴേ കുറെ സമയം എടുത്തു. പുറത്തടപ്പിലേക്ക് മീനും കറക്കാനിടാം. അപ്പൊ പെട്ടെന്ന് ആയിക്കിട്ടും, ഇല്ലെങ്കിലേ പിന്നെ ഇതിന് സമയം പോകും. ഒരാവോലി ഉണ്ടായുള്ളൂ, ഞാൻ പിന്നെ മണമൊന്നും വറക്കാൻ നിന്നില്ല. ആ ഒരാവോലി വറുത്തിട്ട് എല്ലാവരും കൂടെ കഴിക്കാൻ നോക്കി. ഉള്ളി പൊളിക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടിട്ടാണ് സവോള പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു. ഉള്ളിയാണെങ്കിൽ പൊടിക്കാച്ചി ഉള്ളിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് പൊളിച്ച് വരുമ്പോൾ സമയം എടുക്കും. അങ്ങനെ സവോളയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മൂപ്പിച്ച് ചാറിനാവശ്യമായി വെള്ളവും ഒഴിച്ച് കുടംപുളി ഉപ്പൊക്കെ ഇട്ടോടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ചാറൊന്നും ഇതിനെടുക്കൂല കേട്ടോ, കാരണം കുട്ടനൊക്കെ തിളപ്പിക്കുമ്പോഴേ അധികം ചാറില്ലാതെ വറ്റിച്ചെടുക്കണതായിരിക്കും ടേസ്റ്റ്. അപ്പുറത്തടപ്പിൽ മീൻ വറുക്കാനുള്ള ചട്ടിയും വെച്ചു, വെളിച്ചെണ്ണയും ഒഴിച്ചു. പക്ഷേ ഒരു കാര്യം മാത്രം ചെയ്തില്ല, ഗ്യാസ് ഓൺ ചെയ്തില്ല. വലിയ കാര്യത്തിൽ ഞാൻ മീനൊക്കെ പൊക്കി ഇങ്ങനെ കാണിക്കുമെങ്കിലും ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒച്ചയൊന്നും കേൾക്കണില്ലേ, അല്ലെങ്കിൽ ഷൂ എന്നും പറഞ്ഞ സൗണ്ട് കേൾക്കുമല്ല, അതൊന്നും കേൾക്കണില്ല. പിന്നെയാണ് മനസ്സിലാക്കിയത് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫാക്കി ഇട്ടേക്കണമായിരുന്നെന്ന്. പിന്നീടാണ് ഞാനത് ഓൺ ചെയ്തത്. പിന്നെ ഈ കാക്കകൾ അപ്പുറത്ത് കിടന്ന് കരയുണ്ടല്ല, അതെന്താ കാര്യമെന്ന് അറിയാമോ? നമ്മൾ ആ പൂച്ചകൾക്ക് മീനിട്ട് കൊടുത്തില്ല, അതുങ്ങളെല്ലാം കഴിച്ച് കാണൂലായിരിക്കും. അവിടെ 1 2 ഒക്കെ കിടപ്പുണ്ടാവും, അത് കൊത്താനായിട്ടായിരിക്കും, അത് കൊത്തി കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ട് അവിടെ നിന്ന് വന്ന് കരയണത്. അപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് കളഞ്ഞില്ലെങ്കിൽ മണവും ഉറുമ്പൊക്കെ വരും. അതുകൊണ്ടിട്ട് ഇനി അതടുത്ത് പോയി നോക്കണം. എൻ്റെ പണികളൊക്കെ കഴിയുമ്പോൾ ഇനി അതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോകുള്ളൂ. അങ്ങനെ അത് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചാറ് തിളച്ചപ്പോഴത്തേക്ക് ഇനി അവിടെ അടച്ചു വെച്ചേക്കാം. അതവിടെ ഇനി പറ്റട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കണേ കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം ചാറൊക്കെ വറ്റാനായിട്ട് ഒരു ഇച്ചിരിയും കൂടെ ഉണ്ടായി. അപ്പോൾ ഞാനതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കണേനെ. പിന്നെ മീൻ വറുത്തത് ഞാൻ തിരിച്ചും മറിച്ചോക്കിയിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടനും ആലു ആണെങ്കിൽ എന്നെ വിട്ട് വായി പിടിപ്പിക്കുന്നത്. ആലു ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ടായില്ല, ആലുവിന് ട്യൂഷന് പോകണം.
ഇന്ന് ആലുവിനെ സ്കൂളിൽ ആനുവൽ ഡേ ആയതുകൊണ്ടിട്ട് ആലുവിനൊക്കെ ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പോകേണ്ട ആവശ്യമില്ല, പരിപാടിയിലുള്ള പിള്ളേർ മാത്രം പോയാൽ മതി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് ആലുകുട്ടി പോയില്ല. ചേട്ടനാണെങ്കിൽ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ചോറ് കഴിച്ചിട്ട് വേണമല്ലോ പോകാനിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധൃതി പിടിക്കണം. എൻ്റെ പൊന്നേ ഒരു പണിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കറികളൊക്കെ അതേ റെഡി ആയിട്ടുണ്ട്. അച്ചിങ്ങയും ചെമ്മീനും പിന്നെ മണങ്ങും കുട്ടനും കൂടെ തിളപ്പിച്ചത്, ആവോലി വറുത്തത്. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത വീഡിയോ വേണ്ട. അവരാണെങ്കിൽ അവിടെ നിന്ന് ധൃതി പിടിക്കാനുള്ള, അവർക്ക് കൊടുത്തു പോയാൽ പിന്നെ ഇതൊന്നും എടുക്കാനും പറ്റില്ല. അതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത്. അങ്ങനെ ആലുക്കുട്ടിക്കും ചേട്ടനൊക്കെ അതേ ചോറൊക്കെ കൊടുത്ത് ആലു നേരെ ട്യൂഷന് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുറകിനെ ചേട്ടനും പോയി. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അപ്പനും ചോറ് കഴിച്ച് അപ്പുറത്ത് പോയി കിടന്നുറങ്ങിയിട്ട് ഇനി ഞാൻ മാത്രം കഴിക്കാനുള്ളപ്പോൾ നമ്മുടെ മിക്കിക്കുട്ടനും ചോറ് കൊടുത്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഇപ്പം മീനൊന്നും വേണ്ട, ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ചിക്കൻ്റെ കാലില്ലേ, അത് നമ്മൾ കോഴിക്കടയിൽ ചോദിക്കുമ്പോഴത്തേക്ക് അവർ തരും കേട്ടോ. അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് പുഴുങ്ങിയിട്ട് അവന് ചോറും കൂട്ടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ അവൻ എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഇപ്പോൾ ഈ ചോറ് കഴിക്കാനുള്ള കേട്ടോ. ഞാൻ കുറേ നേരം നോക്കിയിട്ട് അവൻ കഴിക്കണേ ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചോറെടുത്ത് കേട്ടോ. ഇത്തിരി ചോറും അച്ചിങ്ങയും ചെമ്മീനും മീൻ വറുത്തത് കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടെ ഇച്ചിരി ചേപ്പിച്ച് കീറി എടുത്തതാണ് കണ്ടത്. മീൻ കറിയൊക്കെ കൂട്ടി ഞാനിനി ചോറ് കഴിക്കട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.